CPM നിന്ന് പുറത്താക്കപ്പെട്ട പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഇപ്പോൾ പ്രകാശനം ചെയ്യുന്നു. ജോസഫ് സി മാത്യു ആണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത്. പുസ്തക പ്രകാശന ചടങ്ങിന്റെ തത്സമയ ദൃശ്യങ്ങളാണ്. വലിയ ജനാവലിയെ സാക്ഷി നിർത്തിയാണ് ഈ പുസ്തക പ്രകാശനം. താൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഇതുവരെയും CPM നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് മറുപടി ഉണ്ടായിട്ടില്ല എന്ന് വി കുഞ്ഞികൃഷ്ണൻ അല്പസം മുൻപ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു. ഇപ്പോൾ പുസ്തക പ്രകാശന ചടങ്ങ് അത് പൂർത്തിയാകുന്നു. ജോസഫ് സി മാത്യുവിനെ ക്ഷണിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് കുഞ്ഞികൃഷ്ണൻ, ശ്രീ VS അനിൽകുമാർ, പ്രിയപ്പെട്ട സഹാക്കളെ, സഹോദരി സഹോദരന്മാരെ, സഖാവ് കുഞ്ഞികൃഷ്ണന്റെ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന ഈ പുസ്തകം പ്രകാശനം ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് പയ്യന്നൂരിലെ ഈ തിങ്ങി നിറഞ്ഞ ജനസഞ്ചയത്തിന് മുന്നിൽ അത് ചെയ്യാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഈ പുസ്തകത്തെക്കുറിച്ച് അത് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അവലോകനങ്ങളോ വിവരണങ്ങൾക്കോ ഒക്കെ അപ്പുറത്ത് വളരെ കൃത്യമായി വസ്തുതകൾ, കണക്കുകൾ നിരത്തിക്കൊണ്ട് അദ്ദേഹത്തിന് നിങ്ങളുടെ മുന്നിൽ വെക്കാനുള്ള കാര്യങ്ങൾ അദ്ദേഹം സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി പരിശോധിക്കേണ്ട ചുമതല പയ്യന്നൂരിലെ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളത് വിമർശനാത്മകമായി, വസ്തുതാപരമായി പരിശോധിക്കുകയും ശരിയുടെ ഭാഗത്ത് ഉറച്ചു നിൽക്കുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മാത്രമേ ഞാൻ ആ കാര്യത്തിൽ ചെയ്യുന്നുള്ളൂ. കാരണം അത് വെറ്റ് ചെയ്യേണ്ട ചുമതല എന്റേതല്ല, അത് നിങ്ങളുടേതാണ്. നിങ്ങൾ കാണുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത കാര്യങ്ങളാണ് അതിൽ വന്നിട്ടുള്ളത്. എന്നാൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ പറയാനേ പാടില്ല, പറയാൻ മുതിർന്നത് തന്നെ അക്ഷന്തവ്യമായ തെറ്റായിപ്പോയി എന്ന് പറയുന്നത്, എന്ന് വാദിക്കുന്നത് ഭയചകിതരാണ്. ഒരാൾ പറയാൻ പാടില്ല എന്ന് പറയുന്നത് ആ പറയുന്ന ആളിനെ ഭയന്നിട്ടല്ല, ആൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരെ ഭയന്നിട്ടാണ്. എന്ന് പറഞ്ഞാൽ ഇത് കേൾക്കുന്ന നമ്മൾ അതറിയാൻ പാടില്ല, അത് മനസ്സിലാക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നുള്ള ഭയമാണ് ആ പറച്ചിലിനെ തന്നെ തടയാൻ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഈ പുസ്തകം ആയാലും ഈ സമീപ ദിവസങ്ങളിൽ സഖാവ് കുഞ്ഞികൃഷ്ണൻ നടത്തിയ പ്രതികരണങ്ങളിലായാലും നമ്മൾ കാണുന്നത് അതിന്റെ ഗുണവും ദോഷവും യഥാർത്ഥത്തിൽ മിതത്വമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പറഞ്ഞ കാര്യങ്ങളെക്കാൾ അധികം പറയാൻ ബാക്കി വെച്ചവയാണ് ഉള്ളത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ സംസാരവും പുസ്തകം വായിച്ചാലും ഒക്കെ നമുക്ക് തോന്നിപ്പോകും. പറയാതിനി വയ്യ എന്ന ഒരു വിമ്മിഷ്ടം, നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയാൻ എന്നെ പ്രേരിപ്പിക്കരുതേ എന്നൊരു കരച്ചിൽ, അതൊക്കെ അദ്ദേഹം തന്നെ വിശദീകരിക്കട്ടെ. പക്ഷെ നട്ടുച്ചയ്ക്ക് അർദ്ധരാത്രിയാണെന്ന് പറയുകയും പറയിപ്പിക്കുകയും ചെയ്യുന്നവർ നമ്മളെയൊക്കെ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യം നമ്മളെ കൂടുതൽ കൂടുതൽ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. ഈ പുസ്തകം സഖാവ് കുഞ്ഞികൃഷ്ണൻ സമർപ്പിച്ചിരിക്കുന്നത് സഖാവ് VS-നാണ്. വൈരുദ്ധ്യാത്മകതയിലൂന്നി വിഷയങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ട സഖാക്കൾക്ക് പകരം ആശ്രിതരെ കൂടെ കൂട്ടുകയും കമ്മിറ്റികളിൽ തിരികെ കയറ്റുകയും ചെയ്യുന്ന കാര്യം അദ്ദേഹം വിവരിച്ചിട്ടുണ്ട്. പാർട്ടി കമ്മീഷനുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അഴിമതിക്കാരെ വെള്ളപൂശുകയും അത് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും
ചെയ്യുന്ന കാര്യവും അദ്ദേഹം പ്രാദേശിക അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വിവരിച്ചിട്ടുണ്ട്. പയ്യന്നൂരിൽ CPIയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തക പ്രകാശന ചടങ്ങ് ഇപ്പോൾ നടക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.